It's over to Dr. Manoj to moderate the Malayalam session. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2053 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ഡോക്ടർ അമൃത മനോഹറിനോടൊപ്പം എന്ന ടോപ്പിക്കാണ്. ഇപ്പൊ സാധാരണയിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ സംഭാവനകൾ എന്ത് എന്ന് മുതിർന്ന ആൾക്കാർ അറിഞ്ഞിരിക്കുകയും അതിനകത്ത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ IFPH എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തന്നെ. ഡോക്ടർ അമൃത മനോഹർ നമുക്കറിയാം IFPH ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ധാരാളം പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്തയിടെ കുലശേഖര ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ വെച്ച് ദ യങ് പ്രാക്ടീഷണേഴ്സ് അച്ചീവ്മെന്റ് അവാർഡ് ഗോൾഡ് കാറ്റഗറിയിൽ ഡോക്ടർ അമൃത മനോഹർ ലഭിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത്, എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഡോക്ടർ അമൃതയ്ക്ക് സ്വാഗതം. ഡോക്ടർ അമൃത. ഗുഡ് ഈവനിങ് സർ. ക്യാമറ ഓൺ ചെയ്യാമോ? ഗുഡ് ഈവനിങ് സർ. അപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് നേടിയതിൽ IFPHന്റെ പേരിൽ അമൃതയെ അഭിനന്ദിക്കുകയാണ്. എന്താണ് അവാർഡ്? എന്തായിരുന്നു? എന്തിനായിരുന്നു? ക്യാമറ അല്പം അഡ്ജസ്റ്റ് ചെയ്യണേ, മുഖം നേരെ കാണട്ടെ. സാറ് ഇത് IFPHന്റെ അതിന്റെ ക്യാമറ അല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണേ. ഡോക്ടർ ക്യാമറയിൽ ഡോക്ടർ മുഖത്തോട്ട് സ്ക്രീനിലോട്ട് നോക്കുക. അപ്പോൾ ഡോക്ടറുടെ മുഖം കറക്റ്റ് ആയിട്ട് കാണുമ്പോഴാണ് ഡോക്ടറുടെ മുഖം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴും പകുതിയെ കാണുന്നുള്ളൂ. പകുതി കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ചുകൂടെ. ഇത് ലാപ്ടോപ്പ് ആണോ മൊബൈലാണോ? ലാപ്പാണ് സാറേ. അപ്പൊ അത് മുമ്പോട്ട് തിരിച്ചാൽ മതി. ഒന്ന് ടിൽറ്റ് ചെയ്താൽ മതി. മുമ്പോട്ടൊന്ന് ടിൽറ്റ് ചെയ്തേ. മുമ്പോട്ട് ലാപ്ടോപ്പ് കുറച്ചുകൂടെ ഒന്ന് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് വരും. ഒരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ, ഇത്രയൊക്കെ പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, തൽക്കാലം പോട്ടെ. അങ്ങനെ തൽക്കാലം ഓക്കെ, സന്തോഷം. അപ്പൊ എന്തിനാണ് ഈ അവാർഡ്? അതിനെ കുറിച്ച് പറയാമോ, അതിന്റെ പശ്ചാത്തലം? സാർ ആദ്യമായിട്ട് IFPHന് നന്ദി അറിയിക്കുകയാണ്. മനോജ് സാറിനും ധനേഷ് സാറിനും പിന്നെ IFPHൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ശാരദകൃഷ്ണ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മളെ കോളേജിൻ്റെ ഈ പ്രാവശ്യത്തെ മാസ്റ്റർ ഹനുമാൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് റിസർച്ച്, പബ്ലിക്കേഷൻ, പേഷ്യൻ്റ് കെയർ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും കൂടെ നോക്കിയിട്ട് അപ്പം പിന്നെ പ്രസൻറ്റേഷൻ, ഇൻ്റർനാഷണൽ നാഷണൽ പ്രസൻറ്റേഷൻ ഇതെല്ലാം കണക്കാക്കിയാണ് ഈ ഒരു അവാർഡ് തന്നത്. ഓക്കെ, അപ്പൊ ഈ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? സാർ ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ പ്രസന്റേഷന്റെ കൂടെ തന്നെ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡി, പിന്നെ കേസ് സ്റ്റഡി, മെയിനായിട്ട് വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസറിന്റെ കേസ് സീരീസ്, പിന്നെ ആൻജിയോഡിമ, PCOD, ഫൈബ്രോയിഡ് അങ്ങനെയുള്ള കേസുകൾ ഹോമിയോപ്പതിയോട് കൊണ്ട് ക്യൂർ ചെയ്ത കേസുകൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പബ്ലിക്കേഷനാണ് ചെയ്തത് സാർ. അത് ശരി. ഇതിലെ ഓരോന്ന് എത്ര കേസുകൾ ശരാശരി ഉണ്ടായിരുന്നു? സാർ വെരിക്കോസ് അൾസർ 8 കേസ് അടുപ്പിച്ചുണ്ടായിരുന്നു. നമ്മൾ ഈ അൾസറെ ഒരു മോഡേൺ ടെർമിനോളജി വീനസ് അൾസർ എന്നല്ലേ, വെരിക്കോസ് അൾസർ എന്നാണോ? വീനസ് അൾസർ സർ. യെസ്, അങ്ങനെ പറയും. ഓക്കെ. സാർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അപ്ഡേറ്റഡ് വാക്കുകൾ ഉപയോഗിക്കണം. ഇതിപ്പോ ഒരു 10-20 കൊല്ലം മുമ്പേ വീനസ് അൾസറാക്കി മാറ്റി കഴിഞ്ഞത്. 20 അല്ല 30 വർഷത്തോളം ആയി. ഇല്ല, എന്നാണ്ട് ഓർമ്മ, ഞാൻ പഠിച്ച കാലത്തുള്ള ഓർമ്മ. മോഡേൺ ടെർമിനോളജീസ് വീനസ് അൾസർ. ഓക്കെ, പറയൂ സാർ. പിന്നെ വീനസ് അൾസറിന്റെ കേസുകൾ, പിന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതായത് ഡെസർട്ടേഷൻ അതായിരുന്നു ഓസ്റ്റിയോആർത്രൈറ്റിസിന്റെ. പിന്നെ വേറൊരു റിസർച്ച് വർക്ക് ചെയ്തത് നമ്മളെ ഹോമിയോപ്പതിക് മെഡിസിൻ ഹാർട്ടിൽ ആക്ട് ചെയ്യുന്ന കുറെ ഹോമിയോപ്പതിക് മെഡിസിൻ ഉണ്ട്. അപ്പോൾ ഓരോ മെഡിസിനും നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബെലഡോണ എല്ലാവരും ഫീവറിന് കൊടുക്കും. അപ്പം ബെലഡോണ ഫീവറിന് കൊടുക്കുമ്പോൾ സാധാരണ ഫീവർ ഉണ്ടാവുന്ന ഹൈപ്പോതലാമസിന്റെ ടെമ്പറേച്ചർ റെഗുലേഷൻ അതിന്റെ സെറ്റ് പോയിന്റിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ടെമ്പറേച്ചർ കൂടി ഉണ്ടാവണം. നാച്ചുറൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. അപ്പം നമ്മൾ ബെലഡോണ കൊടുക്കുമ്പോൾ ഫീവർ കുറയും. പക്ഷെ എങ്ങനെ, ഏത് വഴി ഫീവർ കുറയുന്നു? ഇതിപ്പോ നമ്മളെ ഓരോ മെഡിസിനും ഓരോ റിസർച്ച് ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ള. നമുക്കുള്ള ഇപ്പോൾ ചെയ്ത കാർഡിയോളജിയിൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കാർഡിയോളജിയിൽ പ്ലാന്റ്സിലുള്ള കുറെ മെഡിസിന്റെ ആക്ഷനാണ് അത്. നാഷണൽ സെമിനാർ ഫോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് ഊട്ടിയിൽ നമുക്കൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
ഓ അവിടെ ഒരു സെമിനാർ നടന്നപ്പോഴാണ് ഈ ഇത് ഒരു റിസർച്ച് പ്രസന്റേഷൻ ആയിട്ട് വെച്ച്. ഒന്നുകൂടെ പറയാം, എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ മെഡിസിനൽ പ്ലാന്റ്സ്, ഊട്ടിയിലുള്ള ആ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇതിലാണ്, അത് നമ്മുടെ CCRത്തിന്റെ കീഴിലാണോ? CCRHന്റെ കീഴിലുള്ളതാണ് സർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിലുള്ള ഒരു പ്രസന്റേഷനിൽ ഹോമിയോപ്പതി മെഡിസിൻ, പ്ലാന്റ്സിൽ നിന്നുള്ള ഹോമിയോപ്പതി മെഡിസിൻ എങ്ങനെയാണ് നമ്മളെ ഹാർട്ടിൽ ആക്ട് ചെയ്യണമെന്നുള്ള അതിന്റെ ഓരോ, ഇപ്പോൾ അഡോണിസിൻ എന്ന് പറഞ്ഞ മെഡിസിൻ്റെ അകത്തുള്ള ഒരു കമ്പോണന്റ് അഡോണിനും പിന്നെ ബാക്കിയുള്ള ആൽക്കലോയിഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ പോയി, ഇതിന്റെ മെക്കാനിസം എന്താണെന്നുള്ള നമ്മൾ മറ്റേ മെഡിസിന്റെ പോലെ പറയാം, പക്ഷെ നമുക്കെപ്പോഴും നമ്മളെ വൈറ്റൽ ഫോഴ്സ് ആ രീതിയിലല്ലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതെ. അങ്ങനെ അപ്പം ഇതിന്റെ കമ്പോണന്റിന്റെ ആക്ഷൻ ആ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെങ്ങനെയാ സ്റ്റഡി നടത്തിയത്? സാർ അത് കേസ് സ്റ്റഡി ആയിട്ട് ആണ് നടത്തിയത്. അതൊരു 10 കേസ് വെച്ചിട്ട് ഓരോ മെഡിസിനും മെയിനായിട്ട് കിട്ടിയത് ക്രെറ്റേഗസും അഡോണിസും ഒക്കെയാണ്. ഹാർട്ടിൽ ആക്ഷൻ അല്ലേ? ഹാർട്ടിൽ ആക്ഷൻ, അതിന്റെ ലിപ്പിഡ് ലോവറിങ് ആക്ഷനാണ്, ഹാർട്ടിലെ ആക്ഷനുമാണ് കൂടുതൽ വന്നത്. അപ്പൊ എന്താ നിങ്ങളുടെ ഒബ്സർവേഷൻ അതിനകത്ത്? സാർ ലിപ്പിഡ് ലോവറിങ് ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവലും HDLന്റെ ലെവലും ഒക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഏത് മെഡിസിനാ കൂടുതൽ എഫക്റ്റീവ് ആയത് അതിനകത്ത്? ക്രെറ്റേഗസ് ആണ് സാർ കൂടുതൽ എഫക്റ്റീവ് ആയി. ടിഞ്ചർ എങ്ങനെയാ ഡോസ് കൊടുത്തത് എങ്ങനെയാണ്? സാർ ആദ്യം ഹൈ കൊളസ്ട്രോൾ ആകുമ്പം 10 വെച്ച് 3 നേരം കൊടുത്തിട്ട്, പിന്നെ കൊളസ്ട്രോളിന്റെ ലെവല് ട്രൈഗ്ലിസറൈഡും LDL ഒക്കെ കുറഞ്ഞനുസരിച്ച് 10 എന്നുള്ളത് 8 എന്നുള്ളതും 6 ആയിട്ട് അങ്ങനെ കുറച്ച് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡ്യൂറ എത്ര ദിവസം കൊണ്ട് ചേഞ്ച് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? സാർ ഒരു 3 മാസത്തെ സ്റ്റഡിയാണ് ഫസ്റ്റ് ചെയ്തത്, ഒരു പൈലറ്റ് സ്റ്റഡി ആയിട്ടാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ പൈലറ്റ് സ്റ്റഡിയിൽ ആക്ഷൻ കിട്ടിയിട്ട് പിന്നെ ബാക്കി അപ്പോൾ നമ്മൾ ക്ലിനിക്കലി കേസ് വരുമ്പോഴും ഈ രീതിയിലും കൊടുക്കുന്നുണ്ട്. കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും 3 മാസം കൊണ്ട് ഒരു ചേഞ്ച് വരുത്താൻ കഴിയും അല്ലേ? ചേഞ്ച് വരുത്താൻ കഴിയും. പൊസിഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഈ മരുന്ന് ഏതെങ്കിലും പ്രത്യേകിച്ച് ബ്രാൻഡിന്റെയാണോ കമ്പനിയാണോ അത് എങ്ങനെയാണ് ഉപയോഗിച്ചത്? സാർ ഇതിപ്പം അവിടെ ഗവൺമെന്റ് സപ്ലൈ ആണ്, പ്രത്യേകിച്ച് ഹോംകോ ആണ് ഉപയോഗിച്ചത്. ഹോംകോയുടെ മെഡിസിൻ ആണ് ഉപയോഗിച്ചിരുന്നില്ലേ? ഇതെല്ലാം ഫിക്സഡ് ആയിരിക്കണം സാർ. ഇന്ന കമ്പനിയുടെ മെഡിസിൻ ഇത്ര ഡോസിൽ ഇങ്ങനെ ഇത്ര വെള്ളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തു, ഇത്ര സമയത്തിനുള്ളിൽ കൊടുത്തു, ഇതെല്ലാം സ്പെസിഫിക് ആയിരിക്കും, പൊസിഷൻ വേണം. അതാ ചോദിച്ചത്, മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഡോസോ എത്ര ഡ്രോപ്പ് ആയിരുന്നു കൊടുത്തിരുന്നത്? സാർ ഒരു പ്രാവശ്യം 10 തുള്ളി വെച്ച് 3 നേരം 1/4 ഗ്ലാസ് വെള്ളത്തിൽ. എത്ര ml? 1/4 ഗ്ലാസ്സിൽ ഒരു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റാൻഡേർഡൈസ് എന്ന് പറയുമല്ലോ, മനസ്സിലായില്ലേ? ഞാൻ അത് ചോദിച്ചത്. ഇത് ഞാൻ അമൃത ഉദ്ദേശിച്ച് പറയില്ല. 34 പേരുണ്ട്, നാളെ യൂട്യൂബിൽ ഇത് 3000 പേര് കാണും. അപ്പൊ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം, ഞാൻ അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും ഓൾട്രേഷൻ ചേഞ്ച് വരുത്താൻ കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ അഡോണസിന്റെ ആക്ഷൻ എങ്ങനെയായിരുന്നു? അഡോണസിന്റെ ആക്ഷൻ ഉണ്ട്, പക്ഷെ ക്രെറ്റേഗസിന്റെ അത്ര ആക്ഷൻ കിട്ടുന്നില്ല അഡോണസിന്. കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, ശരി. അതിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണെന്ന് നോക്കിയത്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ വീനസ് അൾസറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയായിരുന്നു പൊതുവെ? സാർ വീനസ് അൾസർ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലില് വെരിക്കോസ് അൾസർ കൂടുതൽ കേസ് വന്നിട്ടുണ്ട്. ഫീമെയിൽസിനാണ് കൂടുതലുള്ളത്. മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഫീമെയിൽസ് കൂടുതലായിട്ട് ഈ അലക്കണ ജോലികളുള്ള അമ്മമാരിലൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അവർ കുറെ നേരം നിൽക്കുകയും ഈ വെള്ളത്തില് തോടിലും വെള്ളത്തിലും ഒക്കെ അത് പറയും പോലെ തന്നെ. അപ്പൊ കുറെ നേരം നിന്ന് അവരെ കാൽ ഫുള്ളാന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഹീലായി വരുമെന്ന് തന്നെ നമുക്കൊരു ടെൻഷനുള്ള കേസാണ്. പക്ഷെ ദിവസമായിട്ട് കേസുകളെല്ലാം ഒരു മെയിലും ബാക്കിയുള്ള 7 ഫീമെയിൽ കേസുമായിരുന്നു. അതെല്ലാം ക്യൂർ ആയിട്ടുണ്ട്. അപ്പൊ അത് പബ്ലിഷ് ചെയ്തായിരുന്നോ? അത് മറ്റേ IHKയുടെ ഇന്റർനാഷണൽ സെമിനാറിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. അതിന്റെ ഇതില് പബ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ശരി. അപ്പൊ ഇന്റർനാഷണൽ നാഷണൽ ഏതൊക്കെ പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു? സെമിനാർ പബ്ലിക്കേഷൻ സാർ നാഷണൽ ലെവല് PCOD ഒരു കേസ് സ്റ്റഡിയും ആയിട്ടുള്ളതുണ്ട്. പിന്നെ അതിൽ തന്നെ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡി, ഹാർട്ടിന്റെ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡി ചെയ്തതും. ഫൈറ്റോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ റിസർച്ചിന്റെ സ്കോപ്പാണ്. ഫൈറ്റോ കെമിക്കൽ എന്ന് പറയുമ്പം മെയിൻലി പ്ലാന്റ് മെഡിസിന്റെ അകത്ത് അതിന്റെ ഓരോ കമ്പോണന്റ് കാണാൻ പറ്റും. ഇപ്പം ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, സാപ്പോണിൻസ്, റെസിൻസ്, നമ്മളെ ഫാർമസി ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ ഒരു കമ്പോണന്റ് ഇതിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഈ മെഡിസിൻ ഇന്ന ആക്ഷൻ കിട്ടണമെന്ന് നമുക്ക് സാർ.
ഈ വാക്കെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫൈറ്റോ കെമിക്കൽ. ഈ മെഡിസിൻ ഈ വാക്കുകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഫൈറ്റോ കെമിക്കൽ. ഈ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞ ആൽക്കലോയിഡ്സ്, ആൽക്കലോയിഡ്സ്, റെസിൻസ്, ടാനിൻസ്, ആ അങ്ങനെയുള്ള കുറെ കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ ഇതിനെല്ലാം അനലൈസ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് മെയിൻലി അലോപ്പതിയിൽ അവർ പറയണം. ഇപ്പം നമ്മളെ റവോൾഫിയ സർപ്പന്റൈനയുടെ സർപ്പന്റൈൻ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് എടുത്ത് അവരും സർപ്പിന് മരുന്ന് അല്ലേ? ഉണ്ടാക്കണം. ആ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സർപ്പന്റൈൻ എന്ന് പറഞ്ഞ ആ കോമ്പോണന്റും പിന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് ഫ്ലേവനോയ്ഡ്സും ഒക്കെ ആണ് നമ്മളെ മെഡിസിനും ആക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈറ്റോ കെമിക്കൽ ഏരിയ നമ്മളൊന്ന് കുറച്ചൊന്ന് നേരെ ആക്കി കഴിഞ്ഞാൽ നമുക്കും കുറച്ച് നമുക്ക് നമ്മളെ മെഡിസിൻ്റെ രീതിയിൽ സയന്റിഫിസിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതെല്ലാം ഇതും ഈ ടിഞ്ചർ ഫോമിൽ തന്നെയാണ് കൊടുത്തത് അല്ലേ? അതും ടീച്ചറാണ് സാർ കൊടുത്തത്. ഓക്കെ. പിന്നെ അടുത്ത ഏതായിരുന്നു? സാർ അടുത്ത് ചെയ്തിട്ടുള്ളത് ആ പിന്നെ ഗാൽ ബ്ലാഡർ കാൽക്കുലേറ്റർ ഒരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം, 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 അത് സിംഗിൾ കേസ് സീരീസ് ആയിട്ടാണ് ചെയ്തത്. ഉം. അതിന്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു? ഗാൽ ബ്ലാഡർ കാൽക്കുലേറ്റർ സൈസ് പിന്നെ വലിയ സൈസിലുള്ളത് 6 mm ഉള്ള സൈസിലുള്ളത്, പിന്നെ സ്ലഡ്ജ് ആയിട്ട് പിന്നെ അത് പോയി പേഷ്യൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ കേസ് സീരീസ് എപ്പോഴും കൊടുക്കുമ്പോൾ മോഡിഫൈഡ് നിരഞ്ജോ ക്രൈറ്റീരിയ ഫോർ ഹോമിയോപ്പതി എന്നൊരു സ്കെയിലുണ്ട്. നമ്മളെപ്പോഴും ബിഫോർ ആഫ്റ്റർ എന്ന് ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയയും കൂടെ കാണിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. മറ്റേ സ്റ്റാൻഡേർഡ് ജേർണൽസിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾക്ക് കുറച്ചുകൂടെ വാല്യൂ കിട്ടും. മോഡിഫൈഡ് നിരഞ്ജോ ക്രൈറ്റീരിയ ഫോർ ഹോമിയോപ്പതി എന്നാണ് അതിന്റെ ഇതുള്ളത്. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ചോദ്യമുണ്ട്, വീനസ് അൾസറിന് ഏത് മെഡിസിനാണ് കൊടുത്തിരുന്ന ഒരു ചോദ്യമുണ്ട്. സാർ വീനസ് അൾസറിന് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ലാക്കസിസ് 1 ആണ്. അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കലണ്ടുല 200ഉം പിന്നെ ഡ്രസ് ചെയ്തത് കലണ്ടുല ടിഞ്ചർ വെച്ചാണ് ഡ്രസ് ചെയ്തത്. അത് ഞാൻ തന്നെയാണ് ഡ്രസ് ചെയ്തത്. വേറെ ആരെയും ഡ്രസ് ചെയ്തിട്ട് എനിക്കൊരു മനസ്സിനൊരു തൃപ്തി ഇടാത്തതുകൊണ്ട് ഈ പേഷ്യൻസിനെല്ലാം ഞാൻ തന്നെയാണ് ഡ്രസ് ചെയ്യുന്നത്. അത് അപ്പം ഒരാൾക്ക് ചെയ്തത് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ അത് എങ്ങനെ വരും. ഈ ഒരു പ്രോസസ് ആ കോളേജിലെ സ്റ്റഡി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കാണണം ബിസിനസ് സാറിന്റെ അല്ലേ? സാർ അത് എനിക്ക് ഈ ഒരു അവസരത്തിന് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് കുറെ ആൾക്കാരായിരുന്നു. ഫസ്റ്റ് പറയേണ്ടത് നമ്മളെ IR അശോക് കുമാർ സാർ, ഇപ്പം റിട്ടയർഡ് DMO ആണ് സാറ്. സക്സസ് ഗ്രൂപ്പിന്റെ ഇതാണ്. അപ്പൊ സാറാണ് എനിക്ക് നമുക്ക് ഈ ശാരദാകൃഷ്ണ കോളേജിനെ കുറിച്ച് പറഞ്ഞു തന്നതും അവിടെ അഡ്മിഷൻ ശരിയാക്കിയതും. അത് സാറും പിന്നെ ലാൽ സാറും, ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കിയത്. പിന്നെ മനോജ് സാറ് എന്നെ പഠിപ്പിച്ച സാറാണ്, എന്നെ ഓർഗനോൺ പഠിപ്പിച്ച സാറാണ്. പിന്നെ നമ്മളെ കോളേജിലുള്ള എല്ലായിടത്തും ശിശു സാറിൻ്റെ അടുത്ത്, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാടുള്ള നമ്മളെ CK മോഹൻ സാറിന്റെ അടുത്താണ്. പിന്നെ സുധൻ സാറ്, അജയൻ സാറ്, മുരുകൻ സാറ്, എല്ലാവരുടെ അടുത്തും നമുക്ക് കോളേജിലെ പ്രത്യേകത. അപ്പൊ നമ്മള് നമ്മുടെ ഓരോരുത്തരും ഒരു 40 വർഷം സമയമാകുന്നത് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഷൈല ഡോക്ടർ ഇപ്പോൾ ഉണ്ട്, ഒന്ന് പുറകോട്ട് ആലോചിച്ച് ഇതുപോലെ എത്ര പേര് പറയാൻ കഴിയും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്ക് കോളേജ് മാറിയപ്പോൾ ഒരുപാട് എടുത്തു പറയാൻ പറ്റിയ ഒരു അധ്യാപകർ ഇപ്പൊ ഉണ്ടായെന്നുള്ള വലിയ നേട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പം വിൻസെന്റ് സാറ് തന്നെ അദ്ദേഹം ഒരുപാട് ഈ ഡയബറ്റിക് അൾസർ ധാരാളം കേസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? വളരെ ഉജ്ജ്വലമായിട്ട്. മാത്രമല്ല ഡോക്ടർ ലാൽ ഒരു സർജിക്കൽ സ്കില്ലുള്ള അപാരമായിട്ടൊരു മനുഷ്യനാണ്. പക്ഷെ അതൊന്നും തന്നെ ശരിക്കും നമ്മൾ ആ ലെവലിലേക്ക് എത്താൻ നമ്മുടെ സ്ഥാപനം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ആലോചിച്ചു അത്രയും ഒരു സർജൻ എങ്ങനെ ആയിരിക്കണം അത് ലാലിനുണ്ടെന്നുള്ളതാണ് അങ്ങനെ വിളിക്കാനായിട്ട് തോന്നിയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത അപ്പം അത് നാഷണൽ ലെവലായി. ഇനി അടുത്ത ഏതാണ് കുറിച്ച് പറഞ്ഞത്? പിന്നെ അടുത്ത ചെയ്ത അലർജി റൈനൈറ്റിസിന്റെ IgE സ്കോർ ലെവൽ വെച്ച് റേഞ്ച് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്? അലർജി റൈനൈറ്റിസിന് നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട് സാർ. മെയിൻലി ആഴ്സയോട് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. ആഴ്സയോടും കാലിമ്യൂറും 6x പൊട്ടൻസിയും നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. എത്ര റേഞ്ച് വരെ കുറവുണ്ട്? മാക്സിമം എത്ര വരെ കിട്ടിയിട്ടുണ്ട്? സാർ മോഡിഫൈഡ് അലർജി റൈനൈറ്റിസ് ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട്. അതല്ല എന്റെ ചോദ്യം, അതല്ല IgGയുടെ ഉണ്ടല്ലോ, IgEയുടെ IgEത് നമുക്ക് 3000 കൂടുതലുള്ള കേസുകൾ 500 റേഞ്ച് വരെ എത്തുന്നുണ്ട്. 500 വരെ എത്തിയിട്ടുണ്ട്. 500 വരെ എത്തിയ കേസുണ്ട്. അതിന്റെ നോർമൽ റേഞ്ച് എത്രയാണ് സാർ? നോർമല് 450 തൊട്ട് 500 വരെയാണ് നോർമൽ റേഞ്ച് കാണിക്കുന്നത്. IgEയുടെ ലെവലും AECയുടെ ലെവലും ഉണ്ട്. AEC 450, IgE 500 അടുപ്പിച്ചാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? അത് പബ്ലിക്കേഷൻ ആക്കിയിട്ടില്ല സാറേ. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പൊ ഡോക്ടർ അമൃത
ഒരു 8-9 ടൈപ്പ് കേസുകളാണ് പറയുണ്ടായത്. നമ്മുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് ഇത് തന്നെയാണ്. അയാളുടെ എനർജി ഒരുപാട് വശം ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇത് ഒരു കേസ് തന്നെ പോയിരുന്നെങ്കിൽ ഇത് ഒരുപാട് റേഞ്ചിൽ പോയല്ലേ. ഇതിപ്പോ ഒരു ചിന്തിക്കാൻ തലേഷ് ഡോക്ടറാണ് നമ്മുടെ IFPH തുടക്കകാലത്ത് ഹോമിയോപ്പതി ഡോക്ടർ മൾട്ടി സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞ ആദ്യം ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ആദ്യ കാലത്ത്. തലേഷ് ഡോക്ടർ ഓർമ്മയുണ്ടാവും, ഒരു 3-4 ദിവസം പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതൊക്കെയാണ് ഇപ്പൊ ഈ വീനസ് അൾസർ ഹീൽ ചെയ്യുന്ന വലിയ പാടാണ്, വെള്ളം കുടിക്കുന്ന കേസാണ്, അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. അപ്പൊ ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നത് ഈ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഡൈവേർജ് ചെയ്യണം, കൺവേർജൻസ് ആണ് വേണ്ടത്. കൺവേർജ് ചെയ്താൽ മാത്രമേ ഇതൊരു ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ തോന്നുന്നു. ഓക്കെ, അപ്പൊ അതിനാണ് അവിടെ നിന്ന് അവാർഡ് കിട്ടിയത് അല്ലേ, കോളേജിൽ നിന്ന്. ഈ പറഞ്ഞ ഈ ഈ അച്ചീവ്മെന്റ് അവാർഡ് ഇത്തരം കാര്യങ്ങൾക്കാണ് കിട്ടിയത് ആണല്ലോ. ഓക്കെ, ശരി. അപ്പം ഈ പഠിച്ചിറങ്ങിയ ഏത് വർഷമാണ്? സാർ UG 2014, PG 2019. 19. അപ്പം 2019, 26, 7 വർഷമായപ്പോഴത്തെ ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. നല്ല അഭിനന്ദനങ്ങൾ. എനിക്ക് അത്ഭുതം തോന്നി അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാം. ഇതിനകത്ത് ഈ ഡോക്ടർ അമൃത മനോഹർ MD കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുകയാണ് ഒരു 7-8 ഡിഗ്രികൾ കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമ. ഇത് എന്തൊക്കെയാണ് സംഭവം? ഒന്ന് ഡിപ്ലോമ യോഗ, അതെങ്ങനെയായിരുന്നു പരിപാടി? സാറേ, ഈ ഹോമിയോപ്പതിയില് നമ്മള് ഒരിക്കലും പഠിച്ചു തീരാത്ത ഒരു മേഖലയാണ് ഹോമിയോപ്പതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ MD കഴിഞ്ഞാലോ BHMS കഴിഞ്ഞാലോ ഒന്നും നമ്മളെ പഠിത്തം തീരണില്ല. അതിൽ എനിക്ക് ഇപ്പോഴും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ശാരദാകൃഷ്ണയിലെ ലൈബ്രറിയാണ്. പഠിക്കണത് നമ്മൾ പഠിക്കണമെങ്കിൽ ശരിക്കും അവിടെ പഠിക്കണം. അവിടുത്തെ ലൈബ്രറി മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പല പല ബുക്കുകൾ അവിടെ ഉണ്ട്. എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ വൈകുന്നേരം കോളേജ് ടൈം കഴിഞ്ഞിട്ട് ലൈബ്രറി പോകും. ലൈബ്രറി പോയിട്ട് ഓരോ സെക്ഷനായിട്ടുള്ള ബുക്ക് എടുത്തിട്ട് സൈഡിൽ നോട്ട് ചെയ്ത് വയ്ക്കും. എന്തൊക്കെ ഇപ്പം മെയിനായിട്ടുള്ള ഇതിനെല്ലാം ബിഹൈൻഡ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹോമിയോപ്പതി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിൽ 45 പേരുള്ളതിൽ 35 പേർക്ക് ഹോമിയോപ്പതി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. ആകെ എന്നെപ്പോലെ ഒരു 10 പേര് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഹോമിയോപ്പതിയിലോട്ട് കയറുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എത്തുമ്പോഴേ മിക്കവാറും ഉള്ള എല്ലാ സാറന്മാരും ടീച്ചർമാരും ചോദിക്കണം ഹൗ മെനി ഓഫ് ആർ കമ്മിങ് ഫ്രം ഹോമിയോപ്പതിക് ബാക്ക്ഗ്രൗണ്ട് ആണ്. അവർ കാര്യങ്ങളൊക്കെ അറിയാം, എല്ലാം പറയും. ഇപ്പം ഒരു മെഡിസിൻ്റെ പേര് പോലും നമുക്ക് നേരെ ചെവ്വേ പറയാൻ അറിഞ്ഞൂടെ. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം മാർക്ക് മാത്രമല്ല, അപ്പം BHMS പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കാം പ്രാക്ടീസൊക്കെ ചെയ്ത് റെഡിയാക്കാം. പ്രാക്ടീസിൻ്റെ സമയത്തും കുറേ സ്ട്രഗിളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു സ്ട്രഗ്ലിങ് ഹോമിയോപ്പതിയാണ്. ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല, തുഴഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് നമുക്ക് അറിവ് നമുക്ക് ഒരിക്കലും പൂർണ്ണമാവണില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ യോഗ നമ്മളെ കോളേജിൽ തന്നെ ഡിപ്ലോമ യോഗ ഉണ്ട്. അത് വേദാദ്രി മഹർഷി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള നല്ലൊരു അക്കാഡമിക് ഇതാണ്. നമുക്ക് അക്കാഡമിക് ആയാലും നമുക്ക് യോഗ പ്രാക്ടീസ് ആയാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റോളജി, ന്യൂട്രീഷൻ. വരാം. അപ്പൊ യോഗ അങ്ങനെ കഴിഞ്ഞു, അത് ഡിപ്ലോമ കോഴ്സ് ആയിരുന്നോ? സാർ. ഓക്കെ, അത് ശരി. അപ്പൊ ഒരു കാര്യം അമൃത പറയാനുണ്ടായി കോളേജിലെ ലൈബ്രറിയെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ രസകരമായ കാര്യമാണ്. അവിടെ ഇൻസ്പെക്ഷനായിട്ട് എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ വന്നിരുന്നു. ഇൻസ്പെക്ഷൻ വന്നപ്പോൾ കോയമ്പത്തൂർ വലിയ കോളേജിന്റെ പ്രിൻസിപ്പളാണ് അതിനകത്ത് വന്നിരുന്നത്. ഇദ്ദേഹം കോളേജ് അവിടെ ഇൻസ്പെക്ഷൻ ആദ്യം വന്ന ലൈബ്രറിയിലോട്ടാണ്. അപ്പൊ ലൈബ്രറി കയറുന്നത് നമ്മുടെ ഓർഗനോ ഡിപ്പാർട്ട്മെന്റ് വന്ന ലൈബ്രറി അലമാരുടെ അവിടെ നിന്ന് പുള്ളി അവിടെ നിന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം അത്രത്തോളം വൈവിധ്യമുള്ള പുസ്തകങ്ങൾ അവിടെ നിന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അതിന് ഹെൽപ്പ് ചെയ്തത് നിത്യചൈതന്യയുടെ പുസ്തകങ്ങൾ വായിച്ചുള്ള പരിചയം. അല്ല, നമുക്ക് പുസ്തകം വായിച്ച് വലിയ പരിചയമൊന്നും. പക്ഷെ അദ്ദേഹം, ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ലീഡ് കിട്ടും. പിന്നെ അതിന്റെ പുസ്തകങ്ങളില്ല. അപ്പോൾ ബെട്രാഡ് റസ്സലിന്റെ വർക്ക് തൊട്ട് ഉണ്ടല്ലോ, സേക്രഡ് വർക്സ് ഓഫ് ഈസ്റ്റ് 50 വോളിയം, ഇങ്ങനെ ഒരുപാട് വലിയ ഗാലക്സി ബുക്കുകളുണ്ടായിരുന്നു. അപ്പൊ ഈ മനുഷ്യൻ അന്തം വിട്ടു. ഇവർ ഹോമിയോക്കളെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ പുള്ളി അവിടെ വന്നിട്ട് എല്ലാം നോക്കി ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണോ എന്ന് ചോദിച്ചു. അത്ര ഉഗ്രം വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. ആ ലൈബ്രറി പോയി നോക്കിയാൽ അറിയാം. മാത്രമല്ല, അദ്ദേഹം പോയിട്ട് അടുത്ത ദിവസം അടുത്ത കോളേജ് ലൈബ്രറി അവിടെ എത്തി. നിങ്ങൾ നേരെ കുലശേഖരത്തേക്ക് പോകൂ, കോളേജ് ലൈബ്രറി പോകൂ, അവിടുത്തെ പുസ്തകങ്ങൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് ഒരു ഇവിടെ വാങ്ങിച്ചു വെക്കും എന്ന് പറഞ്ഞു. അവിടുത്തെ കോയമ്പത്തൂരിലെ PNG ഏതൊരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ് അറിഞ്ഞത്. അപ്പൊ അത്രയും എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അന്നത്തെ കാലത്ത് വേറെ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെക്കാൻ കഴിയുന്നുള്ളതാണ്. ഇതേ കാലം തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. നമ്മൾ PG പഠിച്ച സമയത്ത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വാങ്ങിച്ചു, PG ലൈബ്രറിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. അപ്പൊ പുസ്തകം കണ്ട വളരെ ഭംഗിയുള്ള പുസ്തകം. നമ്മുടെ പ്രിൻസിപ്പൽ ലത്തീഫ് സാർ, നമ്മുടെ IFPH തുടക്കത്തിലുള്ള സാർ,
സാറിന് ആഗ്രഹം ഇത് കോളേജ് ലൈബ്രറി വെക്കണം, PG ലൈബ്രറിക്ക് തരൂല്ല എന്നായിരുന്നു. അത് നമ്മൾ വഴക്കിടേണ്ടി വന്നു, PG ലൈബ്രറിയിലേക്ക് പൊക്കി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവിടെ എപ്പോഴും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോ ചിലയിടത്ത് പോയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ലൈബ്രറി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ അമൃത അവിടെ പോയെന്നുള്ളതും പുസ്തകം വായിച്ചു എന്നുള്ളതും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശരി, അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ ഡിപ്ലോമയിലേക്ക് യോഗ വേണ്ടത് അടുത്തതാണ് നാച്ചുറോപ്പതി. അത് എവിടുന്നാ പഠിച്ചത്? സാർ നാച്ചുറോപ്പതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ ഡെവലപ്മെന്റിന്റെ കോഴ്സായിരുന്നു. ആ, അതെങ്ങനെ, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ അത് ആണോ? ഓൺലൈൻ കോഴ്സാണ് സാർ. അത് ഓൺലൈൻ. എത്ര വർഷം, എത്ര മാസമാണ് ഡ്യൂറേഷൻ? അത് 1 വർഷത്തെ ഡ്യൂറേഷൻ ആണ് സാർ. 1 വർഷം ഡ്യൂറേഷൻ. അപ്പൊ മറ്റേ യോഗ എങ്ങനെയായിരുന്നു? യോഗ 1 വർഷത്തെയാണ്. അത് അവിടെ തന്നെയാണ്, ശാരദാകൃഷ്ണൻ തന്നെ ചെയ്തത്. അത് എന്തായാലും ഓൺലൈൻ അല്ലല്ലോ. അത് റെഗുലർ ആയിട്ടുള്ള കോഴ്സ്. ഇന്നലെ വിളിച്ചെന്ന കൈ പോകില്ല, അത് ചോദിച്ചത് അല്ലല്ലോ. ഓക്കെ, അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ സ്കോപ്പുള്ള ഒരു കോഴ്സാണ്. അതായത് ഇപ്പൊ ഈ ഇതുണ്ടല്ലേ, വെൽനസ് സെന്ററുകൾ ധാരാളം ഉണ്ട്. അപ്പൊ ഈ നാച്ചുറോപ്പതി, യോഗ, ഇത് ആൾക്കാരെ കിട്ടാൻ പ്രയാസമാണ്. ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ഹോമിയോപ്പതി സ്ഥാപനങ്ങളിൽ തന്നെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ധാരാളം ഉണ്ട്. അപ്പൊ അവിടെ ഈ യോഗ ഇൻസ്ട്രക്ടർ വേണം. അതിനായിട്ട് ഇന്റർവ്യൂ നടത്താൻ നമ്മൾ കുറെ പേര് വിളിച്ചപ്പോൾ ആപ്പാടെ ക്വാളിഫിക്കേഷൻ ഉള്ള 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു സംഭവം. അവസാനം ഒരു BNBS ഒരാളെ കിട്ടി. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. ഓക്കെ, അപ്പൊ യോഗ കഴിഞ്ഞു. അടുത്ത നാച്ചുറോപ്പതി, അത് ഈ ഓൺലൈൻ കോഴ്സ് ആയിരുന്നു അല്ലേ? ഓൺലൈൻ കോഴ്സ് ആയിരുന്നു. പിന്നെ അടുത്ത വേറെ ക്ലിനിക്കൽ കോസ്മെറ്റോളജി, അങ്ങനെ അവിടെ നിന്ന് പെട്ടത്? ക്ലിനിക്കൽ കോസ്മെറ്റോളജി സാർ, ഹോമിയോപ്പതി കോസ്മെറ്റോളജി എന്ന് പുതിയ ഒരു മേഖലയിലോട്ട് എത്താനായിട്ടുള്ള ഒരു സംഭവം. അപ്പം എല്ലാരും ഇപ്പോഴത്തെ ഏരിയയിൽ എല്ലാരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവിടെ നമുക്ക് ഹോമിയോപ്പതിക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. അതിനെ കുറിച്ച് ഷൈല ഡോക്ടർ അഭിപ്രായം ചോദിക്കും. ഡോക്ടർ എന്ത് പറയുന്നു? പറഞ്ഞ ശ്രദ്ധിച്ചായിരുന്ന എല്ലാരും ഇപ്പൊ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഡോക്ടർ എന്ത് പറയുന്നു? അൺമ്യൂട്ട് ചെയ്യും ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യും. അല്ലെ, അപ്പോഴേ ഒരു ചെറിയ എന്റെ ഇന്റർനെറ്റ് ചെറുതായിട്ടൊന്ന് വീക്കായിരുന്നു. എന്താണ് പറഞ്ഞത്? ബ്യൂട്ടി അല്ല, ഇപ്പൊ അപ്പം ഇദ്ദേഹം ഡോക്ടർ അമൃത ഡോക്ടർ കോസ്മെറ്റോളജിയിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ കാരണം, എന്താ ഇത് പഠിക്കാൻ തോന്നിയത്? അപ്പൊ അവിടെ കറക്റ്റ് ഒബ്സർവേഷൻ നടത്തി. ഇപ്പൊ പൊതുവെ ആൾക്കാർ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നുള്ളത്. ഷൈൽ ഡോക്ടർ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അത് കാലത്തിന്റെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും മുഖത്തൊരു ചെറിയൊരു പാട് വന്നാലും ഭയങ്കര സെൻസിറ്റീവാണ്. അതുപോലെ ഏതൊരു പ്രശ്നം വന്നാലും. അപ്പൊ എല്ലാരും ഭൂരിഭാഗം ആൾക്കാരും എന്താണ് ബ്യൂട്ടി കോൺഷ്യസ് കൂടാണ്. അപ്പൊ അതുകൊണ്ട് കോസ്മെറ്റിക് പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരം ചെയ്യും. ഇപ്പൊ നമ്മുടെ മരുന്നും കോസ്മെറ്റോളജി പഠിച്ചിട്ടുള്ളതിന്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ശോഭിക്കാൻ കഴിയുമെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, ദാറ്റ്സ് ദ പോയിന്റ്. കുറെ വർഷം സർക്കാർ സർവീസ് ഇരുന്നതിന്റെ ഗുണമാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞത്. അവർ നല്ല ഒബ്സർവ്, അതായത് ഹോമിയോപ്പതി വളരെ, ഞാൻ എന്താ നിർത്തി ചോദിച്ചു, ഹോമിയോപ്പതി വളരെ സ്കോപ്പുള്ള സംഭവമാണ്. നമ്മൾ ഡോക്ടർമാർ പലരും സ്വയം ശപിച്ചും വിഷമിച്ചും കഴിയുന്നവരുണ്ട്. പ്രാക്ടീസ് ഇങ്ങനെ പോകും. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ഡോക്ടർ, പ്രത്യേകിച്ച് ഒരുപാട് ലേഡീസാണ്, 90% സ്ത്രീകളാണ് ഹോമിയോപ്പതി പഠിക്കാൻ വരുന്നത്. ഇവർക്ക് നല്ല സ്കോപ്പാണ്. അവർക്ക് അവരുടെ ഒരു കലാബോധം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോസ്മെറ്റോളജി കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപ്പതി മരുന്ന് വെളുക്കാൻ തെച്ച് ഒരിക്കലും പാണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഉപയോഗം ചെയ്യും. ഞാൻ അതാണ് ഇത് വീണ്ടും എടുത്ത് പറയുന്നത്. ഇതിനകത്ത് കുറെ പേരുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഭാവിക്ക് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അത് അങ്ങനെയായി. അടുത്തത് ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് മെഡിസിൻ, അതെങ്ങനെ അതിനകത്ത് എത്തിയത്? സർ, ജെറിയാട്രിക് മെഡിസിൻ മെയിൻലി നമ്മളെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിലും ഓൾഡ് ഏജിന്റെ ഇപ്പോൾ എല്ലാ ട്രീറ്റ്മെന്റും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ആരും പെട്ടെന്ന് ആരെയും മരിക്കാനൊന്നും വിടുന്നില്ല. എന്ന് വെച്ചാൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു 75+ ആണ്. അപ്പോൾ ഈ വയസ്സായ അപ്പൂപ്പന്മാരെ അമ്മമാരൊന്നും നോക്കാനൊന്നും ആരുമില്ല. അവർക്ക് അതിൻ്റെതായിട്ടുള്ള മെന്റൽ പ്രശ്നങ്ങളും ഉണ്ട്, ഫിസിക്കൽ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഏരിയ നമ്മൾ കൂടുതൽ ഹോമിയോപ്പതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളെ കോമൺലി യൂസ്ഡ് മെഡിസിൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെ കുറച്ചൊരു കൗൺസിലിങ്ങും അങ്ങനെ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാരെ ആ ഒരു ബുദ്ധിമുട്ടും, മെയിൻലി ഈ ഡിപ്രഷൻ, ഓൾഡ് ഏജ് ഡിപ്രഷൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫീമെയിൽസിലാണ്. ഓൾഡ് ഏജ് ഡിപ്രഷൻ കൂടുതൽ കാണും. അപ്പോൾ ഈ ഡിപ്രഷൻ തന്നെ സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ടൊക്കെ പോകാമെന്ന് വെച്ചാൽ അവരെ നോക്കാനും ആരുമില്ല. ആ ഒരു മെൻ്റൽ പ്രഷറും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ആ കണ്ടീഷനും എല്ലാം ഒന്ന് നോക്കിയാൽ നമുക്ക് നമ്മളെ ഹോമിയോപ്പതിയിൽ ജെറിയാട്രിക്സിന് നല്ലൊരു സ്കോപ്പുള്ള ഏരിയയാണ്.
അതാണ് അതും കൂടെ എടുത്ത് വെച്ചത് സാർ. ഓക്കെ, അതിപ്പോ ഞാൻ പറഞ്ഞപ്പോ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സോഷ്യൽ കമ്പൗണ്ട് അടുത്തിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, പുള്ളിക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലായി. പണ്ട് നമ്മൾ പറയുമല്ലോ, ഒരു ഭാര്യ വാതിലിന്റെ അവിടെ വരെയും മക്കള് ചിത വരെ എന്നൊക്കെയാണ് പറയുന്നത് പഴയ കാലത്ത്. ഇപ്പൊ അതല്ല, ഭർത്താവ് അസുഖം പിടിച്ച് ആശുപത്രിയിലായപ്പോൾ ഭാര്യയുടെ വഴിക്ക് പോയി. ഇപ്പൊ മുമ്പ് ഒരുപാട് ആൾക്കാർ ഇത് വിഷമിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്, പിള്ളേരെ വളർത്താനൊക്കെ പറ്റാതെ കഷ്ടപ്പെട്ട്. ഞാൻ നേരത്തെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വളരെ അടുത്തുള്ള ആളുകൾ സംഭവിച്ചപ്പോ ഇതൊരു പുതിയൊരു വിഷയത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് കിടപ്പിലായപ്പോഴത്തേക്ക് ഭാര്യ കളഞ്ഞിട്ട് പോകുന്നു, വലിയ വിഷയമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ മെന്റൽ ട്രോമ അത് കൈകാര്യം ചെയ്യാൻ ഹോമിയോപ്പതിക്ക് സാധ്യമാണ്. അത് ഡോക്ടർ അമൃത പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ലൈഫ് എക്സ്പെക്ടൻസി കൂടിയപ്പോഴത്തേക്ക് ജെറിയാട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെയാണ് ഹോമിയോപ്പതി ഇനിയും ഫോക്കസ് ചെയ്യേണ്ട ഒരുപാട് ഏരിയാസ് ഉണ്ട്, ഇൻക്ലൂഡ് ജെറിയാട്രിക്സ്. ഇന്ത്യ, കേരളം വൃദ്ധന്മാരുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ നാടുവിട്ട് പോകുന്നത് അപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്ന വരും നെക്സ്റ്റ് 10 years. ഇപ്പൊ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ഈസ്, പ്രത്യേകിച്ച് AI സഹായത്തോടെ തന്നെ കുറെ മെഡിസിൻസിനെ കുറിച്ച് പഠിക്കാനും സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ തുടങ്ങാനും സാധിക്കും. നമുക്ക് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഡോക്ടർ അമൃതയുടെ കാര്യം 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി പലത്ത് ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്, അപ്പൊ അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുലശേഖർ ശാരദാകൃഷ്ണ കോളേജ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലും തന്നെ ഒരു കണക്ഷൻസ് കിട്ടുകയും ഇവർക്ക് നല്ല ഭാവി ഉണ്ടാവുകയും ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്ക് ഇത്തരം കഴിവുള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാരെ മാക്സിമം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്തത് വേറെ രണ്ടും എനിക്ക് പിടിയില്ലാത്ത സംഭവം ഉണ്ടല്ലോ, PGDPHM, എന്തോ സംഭവം അത്? സാർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത് ശരി. ഇത് എവിടുന്നാ പഠിച്ചത്? ഇത് സ്കിൽ ഡെവലപ്മെന്റ് ആണ് സാർ, മഹാരാഷ്ട്ര. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട നമ്മുടെ വളരെ ഇന്ത്യയിലാണ്. കാരണം പറയാന്നറിയാമോ, ഇത് ഹോമിയോപ്പതിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് 4-tier സിസ്റ്റം വരാൻ പോവുകയാണ്. അതായത് ജനറൽ ഫിസിഷ്യൻ, സ്പെഷ്യലിസ്റ്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് കെയർ, പബ്ലിക് ഹെൽത്ത് കെയർ 4ആയിട്ട് മാറും. 4ആയിട്ട് മാറുമ്പോഴത്തേക്ക് സർക്കാർ സർവീസിൽ ഹോമിയോപ്പതി ഡോക്ടർമാർ ഔട്ടാവും. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞെങ്കിലും ഇല്ല, പൊട്ടന്റെ ചെവി കൊണ്ട് ശംഖ് ഊതുക എന്ന് പറയും. ഒരനക്കവും ഇല്ല, അങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ആലസ്യത്തിൽ, അങ്ങനെ ഉച്ചമയക്കത്തിലെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം എല്ലാവരുടെ വെള്ളത്തിലാകുമ്പോൾ ഓട്ടം തുടങ്ങും. നമ്മുടെ ഇപ്പോൾ ഈ മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു കണക്ക്. എക്സ്പയറി ഡേറ്റിനെ കുറിച്ചുള്ള സംഭവം സർക്കുലർ വന്ന് 2008-ലാണ്. അവസാനം 18-20 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടം തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണം അറിഞ്ഞുള്ളത്. എത്ര പറഞ്ഞാലും മിണ്ടാതിരിക്കുകയും സമയം കഴിഞ്ഞ് ഓടുകയും ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ട്. ഇവിടെ അത് തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്താ പറഞ്ഞത്? പബ്ലിക് ഹെൽത്ത് അല്ലേ? പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ്. രണ്ടാമത്തേതാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സാർ. ഇതൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പബ്ലിക് ഹെൽത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞത് പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റിൽ? സാർ, പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റിൽ മെയിനായിട്ട് പബ്ലിക് അവയർനെസ് പ്രോഗ്രാമും നമ്മൾ SPM-ൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത്, ഇപ്പം കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാമും ഓരോ ഡിസീസ് കണ്ടീഷൻ, ഇപ്പം നമുക്ക് ഹെൽത്ത് ഡേയ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ 365 ദിവസത്തെ കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ ജാനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ നമുക്ക് ഇഷ്ടംപോലെ ഹെൽത്ത് ഡേയ്സ് ഉണ്ട്. അപ്പൊ ഈ ഹെൽത്ത് ഡേയ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിവലന്റ് ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കും. ഒരു അവയർനെസ് കൊടുത്തിട്ട് അത് വരാതിരിക്കാൻ, ഇങ്ങനെ അഥവാ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ അത് വരാതിരിക്കാൻ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ആണ് കിഡ്നി ഡിസീസ് അവയർനെസ് മന്ത്. അപ്പൊ കിഡ്നി ഡിസീസ് അവയർനെസ് മന്ത് എന്ന് പറയുമ്പം എന്തൊക്കെ കൊണ്ട് കിഡ്നിക്ക് അസുഖം വരും, അത് നമുക്കൊരു അവബോധം കൊടുക്കണം. ഇപ്പോഴും എല്ലാവരും കഴിക്കുന്ന കോള, പെപ്സി, മറ്റേ ഫ്രൂട്ടി പോലുള്ള സാധനങ്ങൾ, പിന്നെ ഫാസ്റ്റ് ഫുഡും, അത് മാത്രമല്ല പെയിൻ കില്ലറിന്റെ യൂസ് വളരെ കൂടിയിട്ടുണ്ട്. ഈ ഒരു വർക്കിംഗ് ഏരിയ കുറച്ചൊന്നും അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ എന്തെങ്കിലും വേദന പ്രശ്നം വന്നാൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി അവർ സ്വന്തമായിട്ട് കുറച്ച് ബ്രൂഫിൻ, പാരസിറ്റമോൾ അങ്ങനെയുള്ള കമ്പോണന്റ് ഒക്കെ വാങ്ങിച്ച് തൽക്കാല ശാന്തിക്ക് വേണ്ടി അവർ കഴിക്കും. പക്ഷെ അത് കുറെ നാൾ കഴിഞ്ഞ് അവരെ കിഡ്നി മൊത്തത്തിൽ ബാധിച്ച് പ്രശ്നം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെയെല്ലാം ടാക്കിൾ ചെയ്ത് പോവാം. അതാണ് പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റും. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ എന്നാന്ന് വെച്ചാൽ സാറേ, ഒരു ഹോസ്പിറ്റൽ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം. ഇപ്പം ടോപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ആഡ് ചെയ്തോട്ടെ. അതായത് ഇപ്പൊ അമൃത പറഞ്ഞൊരു കാര്യം, ശരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇതിന്റെ ആളിനെ ആവശ്യമാണ്. ഓരോ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ അല്ല ഓരോ ജില്ലകളിൽ ഇങ്ങനത്തെ പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
എന്തൊക്കെ ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള പഠിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഴക്കാലം വരുന്നു, എന്ത് ചെയ്യാം എന്നുള്ളതിനകത്ത് മുൻകൂട്ടി പറയാൻ ഇവർ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു കാര്യമാണ്. അടുത്തതിലേക്ക് പോകാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ സാർ ടോപ്പ് തൊട്ട് താഴെ വരെയുള്ള. അപ്പോൾ താഴെ തൊട്ട് നമുക്ക് തുടങ്ങാം. കാരണം എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ക്ലീനിങ് സ്റ്റാഫ്. അതെ പക്ഷേ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണ ഒരു വിഭാഗമാണ് ക്ലീനിങ് സ്റ്റാഫ്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു മെന്റൽ സപ്പോർട്ട് ഫസ്റ്റ് കൊടുക്കണം. ആ ഇപ്പൊ ഏത് ജോലി ആയാലും, നമ്മളൊരു ഡോക്ടർ ആയാലും ശരി, ഒരു സ്വീപ്പർ ആയാലും ശരി, ആ ചെയ്യണ ജോലിക്ക് ഒരു മഹത്വമുണ്ട്. നമ്മൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. ഈ ജോലി ചെയ്തിട്ടാണ് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് അന്നം വാങ്ങിക്കാനുള്ള വരുമാനം കിട്ടുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ ഒരു ഒരു ക്ലീനർ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയെല്ലാം ചെയ്യണം. അപ്പം ഇപ്പൊ എല്ലാത്തിനും സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാൻ NABH പോലെയുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പൊ NABH വരുമ്പം ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി കാട്ടുന്നതല്ലാതെ നമുക്ക് ഉള്ളിലൊരിത് വേണം. നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്, എങ്ങനെ ഇതിന്റെ ക്ലീനിങ് മെയിൻ്റെനൻസ് ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതിലൊന്ന് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ വന്ന സംഭവങ്ങളാണ്. ഫയർ ആൻഡ് സേഫ്റ്റി നിർബന്ധമായിട്ടും ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഉള്ളതാണ്. പിന്നെ എമർജൻസി നമ്മളെ ഹോമിയോപ്പതി ഹോസ്പിറ്റലായാലും ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഉള്ള പല ഹോസ്പിറ്റലുകളിലും ഒരു രോഗി മുറിവായിട്ട് വരുമ്പം കെട്ടാൻ ബാൻഡേജോ അല്ലെങ്കിൽ പഞ്ഞിയോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് എത്തണം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒന്ന് ടാക്കിൾ ചെയ്ത് കൊണ്ടുവരണം. കാരണം ഒരു നമ്മൾ സ്റ്റാൻഡേർഡൈസ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അപ്പൊ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ അകത്ത് വേണ്ടതെന്ന് ABCD എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ആ പ്രോട്ടോകോൾ സാർ വെച്ച് കൃത്യമായിട്ട് പോകണം. പ്രോട്ടോകോൾ ഡോക്ടർ വെച്ച് അമൃത പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഹോസ്പിറ്റൽ നോസോകോമി ഇൻഫെക്ഷൻസ് രണ്ട് അത് 0.8% ആണ്. ഇന്ത്യയിൽ അത് 8% ആണ്. അപ്പൊ 10 ടൈംസ് നമ്മുടെ രാജ്യത്ത് കൂടുതലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്തോളം ഇതിൽ പ്രധാന കുറ്റവാളി എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ എന്താ പറയുക മാനേജ്മെന്റ്. അതായത് പല ആശുപത്രികളിലും ബെഡ്ഷീറ്റ് മാറ്റുന്ന നഴ്സുമാരാണ്. രാവിലെ ഇവർ വന്ന് കിടക്കുന്ന ഷീറ്റൊക്കെ മാറ്റിയിട്ട് ആ കൈ കൊണ്ട് തന്നെയാണ് രോഗിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. സത്യം ഈ ആശുപത്രിയുടെ വരാന്തയിലും മാറി നോക്കിയാൽ കാണാം, ഇതേ കൈ കൊണ്ട് തന്നെയാണ്. ഇനി വേറൊരു കാര്യം എന്നിട്ട് ക്ലീനിങ് സ്റ്റാഫ് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബാത്റൂമിൽ ഇരിക്കുന്ന ആ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഈ തറ തുടക്കുന്ന സാധനം കഴുകുന്നത്, അല്ല അവരുടെ ബക്കറ്റിലല്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഇതെല്ലാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവും. അപ്പോൾ ഡോക്ടർ എത്ര എക്സ്പേർട്ട് ആയിക്കോട്ടെ, ഈ ഒരു സംഭവത്തിലൂടെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകും. പക്ഷെ ഇതാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പറയുമ്പോഴേ ഇടവഴി കളഞ്ഞു പോയത് മെയിൻ റോഡിൽ തപ്പാനാണ് ആൾക്കാർക്ക് താല്പര്യം. അതാണ് സത്യം. ഓക്കെ, ഇനി അടുത്ത പറയും. പറയും. അപ്പം പിന്നെ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെഡിസിൻ്റെ ഫീൽഡാണ്. അപ്പം മെഡിസിനിൽ നമ്മളൊരു സ്റ്റാൻഡർഡൈസേഷൻ വേണം. പല സ്ഥലങ്ങളിലും മെഡിസിൻ ഇല്ല എന്ന് വെച്ച് അവർ ഇൻഫോം ചെയ്യത്തില്ല. ഇതിന് പകരം ഇത് കൊടുത്തു വിട്ടാൽ മതി എന്നൊരു ക്രൈറ്റീരിയ ഒരു ഇതിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് മെഡിസിൻ അവിടെ വേണം. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ അതിൽ ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് ആയിട്ടുള്ള ആൾ വേണം. പല സ്ഥലങ്ങളിലും ഈ HMC ഒക്കെ കൂടിയിട്ട് അവിടെയുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാരും അങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട്. ഇപ്പം ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടുത്തെ സമൂഹത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെ എല്ലാവരും വച്ച് കൂടിയാലോചിക്കുക. മിനിമം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഒരു കൂടിയാലോചന യോഗങ്ങൾ വേണം. അത് താഴെ തൊട്ട് മേളിൽ വരെയുള്ള ഇതിൽ അതിൽ മിക്കപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കുന്ന പറഞ്ഞാൽ ഫണ്ടിങ് ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ തലതിരിഞ്ഞ് പോകുന്ന കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ ഇപ്പം മെഡിസിൻ ആയാലും ക്ലീനിങ് ആയാലും എല്ലാം ഒരു ഒത്തൊരുമയോടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ മെച്ചപ്പെടുന്നോളും പല ഹോസ്പിറ്റലുകളിൽ അതുവഴി മെച്ചപ്പെട്ട് നല്ല ഒരു നമ്മളെ സിസ്റ്റം വരെ സൂപ്പറാവുന്നത്. ശരി. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിലാണെങ്കിൽ ആദ്യമായിട്ടാണ് ഹോമിയോപ്പതി ക്ലിനിക്കിൽ NABH അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ സന്തോഷിന്റെ ട്രിവാൻഡ്രത്ത് പേരുപെടെയാണ്. ഡോക്ടർ സന്തോഷ് നമ്മുടെ IUPHൽ വരാറുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്തും അബുദാബിയിലോട്ട് 10 ദിവസം ഇവിടെ പ്രാക്ടീസ് നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ NABH അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. സന്തോഷം ഡോക്ടർ താമസിയാതെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരും. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു ഡോക്ടർമാർക്ക് ഇതുപോലെ അവരുടെ ക്ലിനിക്കിനെ മോഡിഫൈ ചെയ്യാൻ കഴിയും. ഡോക്ടർ അമൃത പറഞ്ഞ പോലെ അതിനകത്ത് എറർ കുറയ്ക്കാൻ പറ്റും, മാത്രമല്ല ക്രെഡിബിലിറ്റി കൂട്ടാനും പറ്റും. ഇപ്പൊ നമ്മൾ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ സ്ഥാപനമായി കഴിഞ്ഞാൽ ഗവൺമെന്റ് അംഗീകരിച്ചു എന്നുള്ളതല്ലേ. അപ്പൊ ഇത് അൺസൈന്റിഫിക് ട്രീറ്റ്മെന്റ് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്ത എന്താണ് ഈ പറഞ്ഞ CRHME എന്തോന്നു? സാർ അത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ റീഹാബിലിറ്റേഷൻ ഓഫ് മെഡിക്കൽ എമർജൻസി എക്സ്പെർട്ട്.
അത് നമ്മളെ BLS ബേസിക് ലൈഫ് സപ്പോർട്ട് പോലെ ആ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോഴ്സാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ ബോധം കെട്ട് വീഴുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി, ഒരു ഷോക്കോ അല്ലെങ്കിൽ ആ പറഞ്ഞോ. ആ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ ആദ്യം ഓടാൻ നിൽക്കരുത്. നമ്മൾ ആദ്യം അവരെ എങ്ങനെ ടാക്കിൾ ചെയ്ത് പോകാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഈ BLS സ്റ്റേഷന്റെ ക്ലാസ് ആയാലും നമ്മൾ ബാക്കിയുള്ളവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എന്താണ് അതിന്റെ BLS എന്ന് ഏറ്റവും പറഞ്ഞത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആണോ? ബേസിക് ലൈഫ് സപ്പോർട്ട്, ബേസിക് ലൈഫ് നമ്മൾ സപ്പോർട്ട്, എപ്പോഴും ഒരു ബേസിക് ലൈഫ് അല്ല ഇത്തരം ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ ഷോർട്ട് ഫോമിൽ കഴിയുന്ന ഒഴിവാക്കുക, കാരണം കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. ഓക്കെ ശരി. ഓക്കെ സാർ, ഓക്കെ സാർ. സാർ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു കൃത്യസമയത്ത് CPR ചെയ്ത ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു ജീവന്റെ വില എന്താണെന്ന് നമുക്ക് അതിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള എമർജൻസി ഇതുകൾ എത്ര നാളത്തെ കോഴ്സാണത്? എത്ര നാളത്തെ കോഴ്സാണ്? സാർ അത് 1 വർഷത്തെ കോഴ്സാണ് സാർ. CR കോഴ്സ് 1 ശരി. വർഷം. ആ പിന്നെ അത് കഴിഞ്ഞൊരു CCCR CCCR അതെന്ത് ദിവസം? സാർ അത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ക്ലിനിക്കൽ റിസർച്ചാണ്. ഓ അതും പോയിട്ടുണ്ട്. എത്ര കാലമാണത്? സാർ അത് 6 മാസമേ ഉള്ളൂ. ആ ചുരുക്കി പറഞ്ഞ ഈ അടുത്ത 5-6 വർഷം കൊണ്ട് ഇത്രയും തകർത്തു എന്നുള്ളതാണല്ലേ? സാർ തീർന്നില്ല, ആ ഇനിയുണ്ട്, വളരെ പഴശ്ശീല യുദ്ധങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റ് പറഞ്ഞ കോഴ്സൊക്കെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? മാഡം അത് ഓൺലൈനാണ് സാർ. ഓക്കെ. ഇപ്പൊ ഇന്ന് രാവിലെ വീട്ടിൽ കാറ് കഴുകാൻ ആള് വരും, ഒരു കമ്പനിയിൽ നിന്ന് വരും. അപ്പം ഒരു പയ്യൻ വന്ന്, ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നത്? അപ്പൊ അവൻ ഇങ്ങനെ, ഞാൻ ഞെട്ടിപ്പോയി. സിവിൽ സർവീസിന്റെ ട്രെയിനിങ് അതിന്റെ ഇത് പഠിക്കുകയാണെന്ന്, പരീക്ഷ എഴുതാൻ പഠിക്കുകയാണ് അവൻ. എന്നിട്ട് പാർട്ട് ടൈമായിട്ട് വാഹനം കഴുകാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാരെ ഒരുപാട് കുറ്റം പറയാറ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും പഴയ തലമുറയെക്കാളും കൂടുതൽ അധ്വാനിക്കാനുള്ള ഒരു എന്താ പറയുക മാനസികാവസ്ഥയിൽ എത്തിയിട്ട് അവർക്ക് അവസരങ്ങളുണ്ട്. ഇപ്പൊ ഒരു 40-30 വർഷം മുമ്പാണെങ്കിൽ പഴയ വേണു നാഗകളുടെ സിനിമ അറിയാം അല്ലെ? താടിയും വളർത്തിയൊക്കെ നടക്കുന്നത്, വീട്ടിലെ ആൾക്കാർ അധിക്ഷേപിച്ച് ജോലി നില പോയി തൂക്കിച്ചത്തോടാൻ ചോദിക്കുന്നത് പഴയ സിനിമകൾ കാണാം. അതിൽ നിന്നൊക്കെ മാറി മുതോത്ത് ബാഗോട് സ്വിഗ്ഗിയാണെങ്കിൽ എന്താണെങ്കിലും അവർ ഹാർഡ് വർക്ക്. ഇതിപ്പോ സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ്, ചിലപ്പോൾ നാളെ കളക്ടറോ മജിസ്ട്രേറ്റ് എന്തെങ്കിലും കാണാം. പക്ഷെ ആ ജോലി ചെയ്യാനുള്ള സന്നദ്ധത, പഠിക്കാനുള്ള സന്നദ്ധത, അയാൾ ഡോക്ടർ അമൃതയെ അഭിനന്ദിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റൽ എന്തോന്ന് ഒന്നുകൂടെ പറയാമോ? ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ക്ലിനിക്കൽ റിസർച്ച്. ക്ലിനിക്കൽ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ എല്ലാം ബേസ് അതാണ് ആണല്ലോ അല്ലേ? സാർ ക്ലിനിക്കൽ റിസർച്ച്, ഡ്രഗ് ആക്ഷനും എല്ലാം. ശരി. അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്നും എന്തൊക്കെ പറയാനുണ്ട് നമ്മുടെ സീനിയർ അംഗങ്ങളൊക്കെ ഉണ്ട്. സേഡ് സാറിനെ വിളിച്ചു, പക്ഷെ സാറിന് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. സാറ് യാത്രയിലാണ്, റേഞ്ച് കിട്ടൂല. നമ്മുടെ പരീസ് സാറിനെ ക്ഷണിക്കുന്നു. പരീസ് സാറേ ഉണ്ടോ, അതോ പോയോ? സാറേ സംസാരിക്കാം. കേൾക്കാം. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു, ഒരു സംശയമില്ല. ഈ ഹോമിയോപ്പതിക്ക് ഇത്രയധികം സ്കോപ്പ് ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ ഇത് അവയർനെസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂനതയായിട്ടാണ് ഞാൻ കാണുന്നത്. ശാരദ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഞാൻ ഡോക്ടർ മനോജും കൂടെ പോയപ്പോഴാണ് ഈ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇതേപോലെയാണ് തോന്നിയത്. അതിൽ വളരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏരിയാസ് എല്ലാം കവർ ചെയ്യുന്ന ബുക്കുകൾ അവിടെ ധാരാളമുണ്ട്. റിസർച്ചിനുള്ള സ്കോപ്പ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിൽ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ഡോക്ടർക്ക് പറ്റി എന്നുള്ളതും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അതിനെ സംബന്ധിച്ച് റിസർച്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്ഥിതി, ഒരു മൈൻഡ് സെറ്റ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ശരിക്കും നമ്മുടെ ഹോമിയോ ഡോക്ടേഴ്സിനെ അതിനൊരു കോഴ്സ് കൊടുക്കേണ്ടതാണ്. ചില മെഡിക്കൽ ഹോമിയോ ഡിസ്പെൻസറികളോ ഹോസ്പിറ്റലിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഇമ്പ്രഷൻ പോകുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഹോസ്പിറ്റൽ കൊണ്ട് നടത്താനായിട്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് ആവശ്യമാണ്. അതുപോലെ ഈ ഡോക്ടർ പറഞ്ഞ വേരിയസ് സെക്ഷൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ഓരോ സെഷൻ എടുത്തിട്ട് ഓരോ ക്ലാസ് ഇവിടെ വരുത്തേണ്ടതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം ജസ്റ്റ് ഇതിൽ പറഞ്ഞു പോയി എങ്കിൽ പോലും ഓരോന്നിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്, ആവശ്യവുമാണത്. പ്രത്യേകിച്ച് ഹോമിയോയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ളത്. ഇപ്പം നമ്മുടെ ഈ ഹോമിയോയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ
താല്പര്യം ഉള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം കൂടെയാണ്. ശരിക്കും തന്നെ സ്പെഷ്യലൈസേഷൻ പുറത്ത് ആൾക്കാർ പോകുന്നില്ല. BHMS കഴിഞ്ഞിട്ട് ഉടനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ശരിയാണെന്നറിയില്ല, എൻ്റെ ഇൻഫർമേഷൻ വെച്ച് പറയുകയാണ്. അപ്പം അത് പോരാ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടറോട് നമ്മൾ സമീപിച്ചാൽ ഏത് രോഗത്തിനാണ് ഏത് ആവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനെ അതിനുള്ള റെസ്പോൺസ് കിട്ടും, അതിനുള്ള ചികിത്സ ഹീലിംഗ് ആയിട്ടുള്ള സംഗതികൾ കിട്ടും. അതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു ഫോക്കസ് വേണം. റിസർച്ചിൽ ഡോക്ടർ പറഞ്ഞതുപോലെ നല്ല ഒരു സംഗതിയാണ് റിസർച്ച്. അതിനകത്ത് വേണ്ട രീതിയിൽ പ്ലാനിങ് ആയിട്ട്, അത് ഹോമിയോപ്പതിയുടെ റിസർച്ചും മറ്റു റിസർച്ചുമായിട്ടുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഗതികൾ വളരെ നന്നായിട്ട് ഐ അപ്രീഷിയേറ്റ്, ഫുള്ളി അപ്രീഷിയേറ്റ്. ഒരു വിഷു ആശംസകൾ തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്തരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ തന്നെ സാറ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതായത് സിവിൽ സർവീസുകാരെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് തന്നെയാണ് സാറിനെ വളരെ കൃത്യമായിട്ട്, കാരണം സാറിന്റെ അഭിപ്രായത്തിന് ഓരോ വാക്കിനും വലിയ വിലയുണ്ട്. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ IFPHന്റെ പ്രത്യേകതയാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ തരം ആൾക്കാരുടെയും തലച്ചോറിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ്. IFPH തയ്യാറായി അതിന്റെ ഗുണം നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ അമൃത കേട്ട് കാണുമല്ലോ, വളരെ സന്തോഷം. അബ്ദുൽ കലാം സാർ എന്ത് പറയുന്നു സാറേ? അമൃത ഡോക്ടറുടെ അസാധാരണമായ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ അനുഭവങ്ങൾ, അവര് ഇത്രയും കാലം പഠിക്കാൻ വേണ്ടി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് വേണ്ടത്. അല്ലെങ്കിലും നമ്മള് ജനനം മുതൽ മരണം വരെ ഒരു വിദ്യാർത്ഥിയെ തുടരുന്നാണല്ലോ പഠിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ നല്ല അനുഭവം. മാത്രമല്ല ഇത്രയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ഇന്നത്തെ ഫ്ലെയർ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. അതുകൊണ്ട് തന്നെയാണെന്ന് ഏതായാലും പങ്കെടുക്കാന്ന് പറഞ്ഞു. വളരെ വളരെ സന്തോഷം. അപ്രിഷിയേറ്റ്. ഇനിയും തുടരുക. ഇതുപോലത്തെ ഡോക്ടേഴ്സും ഇനി വരുന്ന സ്റ്റുഡൻസും നമ്മളുള്ള എല്ലാവരും ഇതുപോലെ വളരണം. ഇതൊരു മാതൃകയായിട്ട് എടുക്കുക എന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം. ഇനിയും കൂടുതൽ റിസർച്ചും ഇതൊക്കെ നടത്തി ഹോമിയോപ്പതിക്ക് ആവുന്ന എത്രയാ പുരോഗതി ഉണ്ടാക്കുക. വളരെ സന്തോഷം. താങ്ക്സ് ഡോക്ടർ. ഓക്കെ, മാറി നോക്കുന്നവരുടെ ഒബ്സർവേഷനാണ്. നമുക്ക് പാർട്ടിസിപ്പേഷൻസ് കുറവാണ്, 35 ഉള്ളൂ. അപ്പൊ അതിൽ മനസ്സിലാക്കുന്നത് നമ്മുടെ തലച്ചോറ് ഇനിയും വളരാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത് ഇനി എബ്രാഹിം ഡോക്ടറെ പോകാം. എബ്രാഹിം ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമല്ലോ. കേൾക്കാം ഡോക്ടർ. ഡോക്ടർ അമൃത വരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം ഒരു മാസം മുമ്പ് IR രാജകുമാറിന്റെ ക്ലാസ് വന്നപ്പോൾ IR രാജകുമാറിന്റെ ഹോമിയോപ്പതിയുടെ സാധ്യതകളെ, കോഴ്സിന് ശേഷമുള്ള സാധ്യതകളെ പറ്റി പറഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് അമൃത ഡോക്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും പല കോഴ്സുകൾ പഠിച്ചു. ഈ കോഴ്സുകളെല്ലാം പഠിച്ചെന്ന് മാത്രമല്ല, ഇതിന്റെ പ്രയോജനം നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രയോജനകാലത്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് ഏറ്റവും അതിശയകരമായ കാര്യമാണ്. ഡോക്ടർ ക്ലിനിക്കൽ റിസർച്ചിനെ പറ്റി ക്ലിനിക്കൽ റിസർച്ചൊക്കെ നടത്തി. റിസർച്ചൊക്കെ നടത്തുന്ന പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും, ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരു ഡിപ്ലോമക്കാരനുണ്ട്, നമുക്ക് അതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ പിന്നെ മനസ്സിലായി, PG ഒക്കെ കഴിയുമ്പോഴേ റിസർച്ചുള്ള സ്കോപ്പ് ആകത്തുള്ളൂ മനസ്സിലായി. അപ്പോൾ PGക്കാർക്ക് എന്തെങ്കിലും റിസർച്ച് ചെയ്താലും അംഗീകരിക്കപ്പെടുത്തുള്ളൂ എന്നൊക്കെ പിന്നെ മനസ്സിലായി. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞവരെ ഇങ്ങനെ ചെയ്യുന്നു, ഇതിലെ രംഗത്ത് വരുന്നു, നമ്മളെ തന്നെ 4-5 സിസ്റ്റർ ഇതിനെപ്പറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അമൃത ഡോക്ടറെ വളരെ സന്തോഷം അറിയിക്കുന്നു. ആശംസകൾ. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത IFPHകാരും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും നല്ല വാക്കുകൾ, എപ്പോഴും നല്ല വാക്കുകൾ കേൾക്കുന്നുള്ള സുഖമാണല്ലോ. തീർച്ചയായിട്ടും. ഇനി ഷഫീഖ് ഡോക്ടറെ. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഡോക്ടറെ സംസാരിക്കാം. കേൾക്കാവോ? കേൾക്കണം. അല്ല, ഡോക്ടറുടെ ഇത് പറഞ്ഞപ്പോൾ, ഹിസ്റ്ററി പറഞ്ഞപ്പോൾ, അതായത് ഒരു ഹോമിയോപ്പതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളായതുകൊണ്ടാണ് സർവൈവൽ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിലുണ്ടായത്. അതുപോലുള്ള ഫീലിംഗ് നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ
വളരെ, കാരണം ഭാവിയിൽ ഇനി ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അലോപ്പതിക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്ന ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഇതെല്ലാം. അപ്പൊ അതുപോലെ നമ്മുടെ ഹോമിയോ ഡോക്ടർമാരും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഹോമിയോപ്പതിക്കാരും മോശക്കാരല്ല എന്ന്. അതുകൊണ്ട് അമൃത ഡോക്ടറുടെ ഇത് എല്ലാ ഇതിലിരിക്കുന്ന ആരെങ്കിലും പുതുതായിട്ടുള്ള ഡോക്ടർമാരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെയൊക്കെ കാലം കഴിയാറായി. അതുകൊണ്ട് പുതിയ ഡോക്ടർമാരെല്ലാം ഇതില് വളരെ ശുഷ്കാന്തിയോടുകൂടി ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുകയും അത് ഹോമിയോപ്പതിക്ക് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ആ രീതിയിൽ പുതിയ ഡോക്ടർമാര് ഈ അമൃത ഡോക്ടറിൽ നിന്നും ഒരു ഉത്തേജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഓക്കെ, അതെ. ഷഫീഖ് ഡോക്ടർ ഹോമിയോപ്പതി പാരമ്പര്യം പേർന്ന ഒരാളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ അതിനകത്തൊരു പ്രശ്നമുള്ളത്, നമ്മളിപ്പോ മുൻവിധി ഉണ്ടാവും. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തോന്നലുണ്ടാവും. പക്ഷെ പുതിയൊരാൾ വരുമ്പോൾ അവർക്ക് ആ തോന്നലുണ്ടാവില്ല എന്നുള്ള സത്യമാണ്. എന്തായാലും ഡോക്ടർ പ്രത്യേകം വെച്ചാൽ ഇപ്പോഴും ഇനിയും പഠിക്കാനുണ്ടെന്ന് പറയുകയാണ്. ആണ് അത്ഭുതം. കാരണം അകത്ത് ഞാൻ ഈ പറഞ്ഞതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിർത്തി പിന്നെ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ്. നമുക്ക് ഷാലു രാജനിലേക്ക്. ഷാലു രാജൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഷാലു രാജൻ അൺമ്യൂട്ട് ചെയ്യാമോ? അതുപോലെ ശാന്താചന്ദ്രൻ ഡോക്ടർ ഉണ്ട്. ശാന്താചന്ദ്രൻ ഡോക്ടറെ, രമാദേവ് ഡോക്ടർ അല്ലേ ഇന്ന്? ശാന്ത ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? സംസാരിക്കും ഡോക്ടർ. അത്ഭുതമായിട്ട് തോന്നുന്നു ഡോക്ടറെ, ഇത്രയും ഒരു ഹോമിയോപ്പത്ത് ഒരു യങ് ഡോക്ടർ ഇത്രയും കോഴ്സും ഒക്കെ ചെയ്ത്. ശരിക്കും ഭയങ്കര സന്തോഷം. ഹോമിയോപ്പതി വളരും ഇനിയും. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഉള്ളത് കൊണ്ട് നമ്മുടെ ഹോമിയോപ്പതിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ മോള് തന്നെ ഈ ഓരോ അധികം ഡോക്ടേഴ്സിന് അറിയാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള കോഴ്സുകളുണ്ട്, നമുക്ക് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സും കൂടെ ഈ ഡോക്ടറെ കൊണ്ടൊന്ന് എടുപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ ഉണ്ട്. നമുക്ക് എവിടെ എത്ര വർഷം ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ പുതിയ ജനറേഷന്, പുതിയ ഡോക്ടേഴ്സിന് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അവർക്കൊന്ന് ചിന്തിക്കാനും. ഈ ഡോക്ടറെ ഒരു ഫോൺ നമ്പറും കൂടെ ഒന്ന് ഇടണേ ഡോക്ടറെ, നമുക്കൊന്ന് ചോദിക്കാനും ഒക്കെ ഉള്ള. ചാറ്റ് ബോക്സിൽ എല്ലാ അഭിനന്ദനങ്ങളും മോളെ, ഒരുപാട് അഭിനന്ദനങ്ങളും. നന്നായി ഇനിയും മുകളിലേക്ക് പഠിക്കാനുള്ള. ഓക്കെ, താങ്ക് യു ഡോക്ടറെ, താങ്ക് യു. രമാദേവ് ഡോക്ടറെ കണ്ടില്ല, എന്ത് പറ്റി? ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി മുമ്പ് റിലീവ് ചെയ്തേ. ശരി ശരി, ഓക്കെ. ഡോക്ടറിനോട് വേണമായിരുന്നു. ഓക്കെ, അമൃത ഡോക്ടർ നമ്പർ 9446059823. ഈ പറഞ്ഞ തീർച്ചയായിട്ടും സെഷൻ വെക്കാം. പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാം 60 കഴിഞ്ഞ ആൾക്കാരാണ് കേൾക്കാനുള്ളതെന്നുള്ളതാണ്. 6-60 ഒരുപോലെ കരുതേണ്ടി വരും. ഈ പലരും ഈ പറഞ്ഞിടക്കാണ് എന്തോന്ന്, എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയും. ശരി, ലോട്ടറി എടുത്തോ? ഇല്ല, പക്ഷെ ലോട്ടറി എടുക്കുക, ലോട്ടറി അടിക്കണം എന്ന് പറയുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞ പോലെ ഇത് കേൾക്കാൻ തയ്യാറാവണ്ടേ? എന്തായാലും നമ്മുടെ യൂട്യൂബ് എങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശാന്ത ഡോക്ടർ നല്ല വാക്കുകൾക്ക് നന്ദി. ഡോക്ടർ ഈ പറഞ്ഞ പോലെ അപൂർവ വ്യക്തിത്വമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതി പഠിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇവരെ പിള്ളേർക്ക് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഔട്ട്ഡേറ്റ് ആയി പോകും. ഒരു 60 വയസ്സ് കഴിഞ്ഞ അലോപ്പതി ഡോക്ടർമാർ 65 കഴിഞ്ഞാൽ അവിടെ കുറവാണ്. ഗൈനക്കോളജിസ്റ്റുകൾ കുറെ കാണും, അല്ലാതെ ജനറൽ മെഡിസിനും കാണും. ബാക്കി ഒരു ഔട്ട്, കാരണം പുതിയ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. ഹോമിയോപ്പതി പഠിക്കുന്നുണ്ടാണ് ഈ കോഹിനൂർ രത്നം പോലെ നാൾക്ക് നാൾ നിറം വെക്കുന്നത്. അപ്പൊ അമൃത ഡോക്ടർ 60 വയസ്സാകുമ്പോഴത്തേക്ക് വലിയ മുകളിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊക്കെ അപ്പൊ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കും. ഡോക്ടർ ഹെറിങ് പറഞ്ഞ പോലെ perhaps I may peep through a little hole the heaven to see my work are well done. അതായത് ഹെറിങ് ഒരു പുസ്തകം എഴുതിയല്ല, നമ്മുടെ മെറ്റീരിയൽ പിടിക്കുക 10 volumes. അപ്പൊ അത് പൂർത്തിയായി കഴിയുമ്പോൾ ഞാൻ മിക്കവാറും കാണുമില്ല. അപ്പൊ ഒരു പക്ഷെ സ്വർഗത്തിരുന്ന് കാണുമെന്ന് ഹെറിങ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഡോക്ടർ അമൃത മനോഹറിനൊക്കെ വലിയ ആളാവും നമ്മൾ സ്വർഗത്തിരുന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇനിയും പഠിക്കുക. ഷീല ഡോക്ടർ, ഓക്കെ, വിളിക്കാം. ഓക്കെ, അതുപോലെ ബിനോയ് ഡോക്ടർ ഉണ്ട്. ബിനോയ് ഡോക്ടർ റെഡി ആയിക്കോണേ. ഡോക്ടർ ഷീല അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം ഡോക്ടറെ. പറയൂ. നമസ്കാരം എല്ലാവർക്കും.
പ്രത്യേകിച്ച് IFPH കാരണം IFPH എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജീനിയസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും എസ്പെഷ്യലി പുതിയ പുതിയ അറിവുകളും എല്ലാം കിട്ടുന്നത്. അതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ വളരെ ഒരു വിനീതമായ കൂപ്പുകൈ. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അറിയാൻ പറ്റത്തില്ല വളരെ ഈസി ആയിട്ട്. അപ്പോൾ അത് മാക്സിമം ഈ പറഞ്ഞ കണക്ക് ഇപ്പോഴും നമുക്ക് പാർട്ടിസിപ്പൻസ് കുറവ് തന്നെയാണ്. പുതിയ ന്യൂ കമേഴ്സ് ഒന്നും വരുന്നില്ല എന്ന് തന്നെ പറയാം. ഇതിൽ വേറിട്ട ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ ഡോക്ടർ അമൃതയ്ക്ക്. അമൃതയ്ക്ക് എത്ര പറഞ്ഞാലും ഒന്നും ആവത്തില്ല. അത്രയ്ക്ക് എന്താ പറയുക, പഠിച്ചു ഇറങ്ങിയ ഒരു വർഷം പോലും ഒരു ദിവസം പോലും കളയാതെ ഇത്രയേറെയും പഠിക്കുകയും അതും എല്ലാം മെഡിക്കൽ ഫീൽഡുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുകയും എന്തുവായാലും ഭാവിയിൽ അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്കൊന്നും അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ല. അപ്പം ഈ ഒരു അമൃത ചെയ്തതുപോലെ ഇനിയുള്ള ആൾക്കാർക്കും നമുക്കൊരു മോഡലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള കാരണം കോമ്പറ്റീഷനാണ് എല്ലായിടവും. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പം ഡേ ടു ഡേ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പം എല്ലാ തരത്തിലും എല്ലാം ഫുള്ളി എല്ലാ അറിവുകളും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നമ്മളൊന്നും പുറകോട്ട് പോകത്തില്ല. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരും ഹോമിയോപ്പതിക്കാർ പിന്നിലാകത്തില്ല ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇത് ഇനി വരും ന്യൂ കമേഴ്സിന് എപ്പോഴും ഇതൊരു ഗൈഡൻസ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡോക്ടർ അമൃത ഇവിടെ പറഞ്ഞതും. അതിനൊരു സാഹചര്യം ഒരുക്കിയ IFPHനും എൻ്റെ വളരെ നന്ദി. എത്ര പറഞ്ഞാലും അത് വാക്കുകളാവത്തില്ലെന്ന് തന്നെ പറയാം. അപ്പം ഈ പറഞ്ഞ കണക്ക് ഈ കോഴ്സുകൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ പറഞ്ഞ നമ്മളൊക്കെ പ്രായം ആയവരാണ്. അപ്പം നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലേ, പല പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹോമിയോയോട് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും അതുപോലൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ വൈകിയ വേളയിലെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും പറഞ്ഞു തന്നാൽ. നമുക്ക് വീട്ടിലൊക്കെ ഇപ്പം വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓൺലൈൻ കോഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ദിവസം ഒന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ അതൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള വാക്കുകളാണ്. അത് ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്. വളരെ സന്തോഷം. കേൾക്കാൻ ഇടവന്ന അതിൽ സന്തോഷം. ബിനോയ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ബിനോയ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ അമൃത, വളരെ നല്ല ലെസൺ ആയിരുന്നു. ഹോമിയോപ്പതിയുടെ സ്കോപ്പിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഓരോ ഡോക്ടേഴ്സിനും ഏതൊക്കെ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യാം, സ്പെഷ്യലൈസ് ചെയ്യാം, അതിനെപ്പറ്റി എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്തു. അത് ഈ നമ്മുടെ എല്ലാ ഡോക്ടേഴ്സിനും ഉള്ള ഒരു മാർഗദർശനം എന്ന് പറയാം. അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ നമ്മുടെ പേഷ്യൻസിനെ റീഅഷ്വർ ചെയ്യും, അവർക്കുള്ള മാർഗദർശനം നൽകാനും ഇത് സഹായിക്കും. പിന്നെ ഹാർട്ടിനെ പറ്റി നടത്തിയ സ്പെഷ്യൽ സ്റ്റഡി ക്രേറ്റഗസ് ഒരു മെഡിസിൻ തന്നെ വളരെ എഫക്റ്റീവാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു മെഡിസിനാണത്. നമുക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള ഏത് ഏരിയയിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോണിക്കാണ് ക്രേറ്റഗസ്. അത് പ്രൂവ് ചെയ്ത് വളരെ താങ്ക് യു ഫോർ ദാറ്റ്. അതുകൂടാതെ തന്നെ നമ്മുടെ ജോലിയുടെ മാധ്യമത്തെ പറ്റി ഒരു കുറച്ചായാലും അമൃത മെൻഷൻ ചെയ്തു. വളരെ നല്ലൊരു മെൻഷനാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ജോലി ചെയ്താലും നമ്മളതിനെ റെസ്പെക്ട്, അത് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഒരു ന്യൂ കമർ ടു ഹോമിയോപ്പതി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഡൗൺ ടു എർത്ത്, യു സ്റ്റഡി ദാറ്റ് ഹാർഡ് വർക്ക്, ഇറ്റ് ഓൾ മീൻ എ ലോട്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് I congratulate you and hope best wishes for your future studies and research. Thank you very much. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു വൈസ് ചാൻസലർ ഇരുത്താൻ പറ്റിയ ആളാണ്. കാരണം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ എത്തിയപ്പം വൈസ് ചാൻസലർ കാണും. അപ്പൊ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് ശരിക്കും അർഹയായ വ്യക്തിയാണ് അമൃത മനോഹരൻ. അപ്പൊ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, എന്റെ മനസ്സിലുണ്ടാവും ഉറപ്പ്. വളരെ നന്ദി. അടുത്ത സനേഷ് ഡോക്ടർ ക്ഷണിക്കാം. സനേഷ് ഡോക്ടറെ. തീർച്ചയായും വളരെ അതിമനോഹരമായ ഒരു അനുഭൂതിയാണ് ഡോക്ടറുടെ ഈ പ്രസൻറ്റേഷനിൽ നമുക്ക് കിട്ടുന്നത്. കാരണം ഒരു ചെറിയ ഒരു എഫർട്ടിൽ നിന്ന് വലിയൊരു നിലയിലോട്ട് ഉയരുക, അതും അതീവ പരിശ്രമം തന്നെയാണ് ഇതിൻ്റെ. അതായത് ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്നതിന് പകരം
ഒന്നിൽ നിന്ന് 2, 3, 4 അങ്ങനെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊസിഷനിൽ എത്താനുള്ള എല്ലാ യോഗ്യതയും നിലവിൽ നേടിക്കഴിഞ്ഞു. അപ്പോൾ ഈ യോഗ്യതകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് നമുക്ക് കിട്ടുന്ന അറിവുകൾ കൂടുതൽ പേർക്ക് ഗുണകരവും അതുപോലെ തന്നെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. പലരും നോക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പൊതുവെ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ട് പഠിച്ചു നടക്കുക ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നതും നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതി മുന്നോട്ട് പോവുക. ഉന്നത തലങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്തേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഈ നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം എന്ന് പറഞ്ഞ പോലെ ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ സനേഷ് ഡോക്ടർ. അടുത്തിടെ എന്നെ ഞെട്ടിക്കുന്ന ഒരു അഭിപ്രായം ഡോക്ടർ പറയുണ്ടായി, ഹനുമാന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അദ്ദേഹം പുതിയ പാന്റ് ഷർട്ട് വാങ്ങിച്ചിട്ടുന്നത്. അപ്പം നമ്മളെ ബർത്ത്ഡേ പ്രധാനം ഡോക്ടർ സാമൂൽ ഹനുമാൻ. അപ്പൊ അത്ര ആ മനുഷ്യന്റെ ഡെഡിക്കേഷൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. സമ്മതിച്ചു ഡോക്ടർ സനേഷിനെ പ്രത്യേകിച്ചും. നമുക്ക് പരിപാടി അവസാനിച്ച സമയമായി. നമ്മുടെ മറിയാമ്മ ഡോക്ടറെ, മുൻ DMO കൂടിയായ മറിയാമ്മ ഡോക്ടറെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടറെ ഡോക്ടറെ നന്ദി മനോജ് ഡോക്ടറെ. കാണാൻ മേലെ ഡോക്ടറെ? കാണാം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ സാധിച്ചതിൽ. ഇനിയും ഡോക്ടർ പറയാത്ത എത്രയോ താഴോട്ട് കാണുന്ന മാസ്റ്റർ ഓഫ് ബാച്ചിലർ തെറാപ്പി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ പാലിയേറ്റീവ് കെയർ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ ഇൻട്രൊഡക്ഷൻ ടു ഡയറ്ററ്റിക്സ് ആൻഡ് യോഗ ഫോർ ഇംപ്രൂവിംഗ് ഗട്ട് ഹെൽത്ത്, അങ്ങനെ പലതും. സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് വെബിനാർ ഇതിൽ പങ്കെടുക്കുമ്പം അവരുടെ ക്വാളിഫിക്കേഷൻ വായിച്ച് തീരുകയില്ല. അപ്പം ഞാൻ ഓർക്കും, നമ്മൾ മലയാളം സെഷനിൽ ആർക്കും ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നില്ലല്ലോ എന്ന് വളരെ നിരാശയോടെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് മാറ്റിമറിച്ചിരിക്കുകയാണ്. അമൃത ഡോക്ടറിലൂടെ നമുക്ക് ഇത്രയും നീണ്ട ഒരു ലിസ്റ്റ് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രത്തോളം ഡോക്ടർക്ക് കോഴ്സുകൾ പഠിക്കുവാനും ഹോമിയോപ്പതിയിൽ വളരുവാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. മുമ്പോട്ടും വളരെയധികം ഉയർച്ചയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയും കൂടെ ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തതിന് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വരണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എന്തായാലും എല്ലാവരും വളരെ തൃപ്തിയായി എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. പ്രസാദം കൂട്ടും തൃപ്തിയായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ പരിപാടികൾ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് നമ്മുടെ കയ്യിലുണ്ട്. അവരെ കണ്ടെത്തുക, മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അത് ഓരോ മുതിർന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ്. മമ്മി ആൻഡ് മീ കൾച്ചറിൽ നിന്ന് മാറി സമൂഹം നമ്മൾ സമൂഹം ഒന്നാണ്, അതിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. ഒറ്റപ്പെടിയുടെ കാലമാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പെൺകുട്ടി തന്നെത്താനെ മല കയറാൻ പോയി. ഞാൻ തന്നെത്താനെ എല്ലാം സാധിച്ചുള്ള അവസാനം 10 വെള്ളം കുടിച്ചു, നാട്ടുകാരെ മൊത്തം വെള്ളം കുടിപ്പിച്ചു, അവസാനം തിരിച്ചു വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറി എല്ലാവരും ഒന്നാണ് എന്നൊരു ചിന്ത ഉണ്ടാകണം. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.